ഹലോ, വെൽക്കം ടു പ്രഗ്നൻസി ടിപ്സ്. നിങ്ങളുടെ ഒരുപാട് പേര് ന്യൂസിലും പത്രത്തിലും ഒക്കെ ആയിട്ട് കേട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും, കുഞ്ഞിനെ അമ്മ പാലൊക്കെ കൊടുത്ത് തൊട്ടിയിലാണെങ്കിലും ബെഡിലായാലും കിടത്തി പോയതായിരുന്നു, നന്നായി ഉറങ്ങിയതായിരുന്നു. പിന്നെ തിരിച്ചു വന്ന് നോക്കിയപ്പോൾ കുഞ്ഞിന് ചലനശേഷി ഇല്ലായിരുന്നു, അനക്കം ഇല്ലായിരുന്നു, കുഞ്ഞ് മരണപ്പെട്ടായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഒരു കുഴപ്പമില്ലാതെ ഉറങ്ങിക്കെടുത്ത കുഞ്ഞ് പെട്ടെന്ന് മരണപ്പെടുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് അല്ലേ. അത് അമ്മക്കാണേലും മറ്റുള്ളവർക്കാണേലും താങ്ങാൻ പറ്റുന്നതിലപ്പുറമാണ്. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്, എന്താണ് ഇതിൻ്റെ കാരണങ്ങൾ, എങ്ങനെ ഇത് പരിഹരിക്കാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി ഈ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതുപോലെ പെട്ടെന്നുണ്ടാവുന്ന കുഞ്ഞുങ്ങളുടെ മരണത്തിന് നമ്മൾ സിഡ്സ് അല്ലെങ്കിൽ SIDS അല്ലെങ്കിൽ സഡൻ ഇൻഫന്റ് ഡെത്ത് സിൻഡ്രോം എന്നാണ് പറയുന്നത്. ഇതിനെ മറ്റൊരവസ്ഥയിൽ ക്രിപ്പ് ഡെത്ത് എന്നും പറയാറുണ്ട്. കുഞ്ഞിന് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാണ്ട് കുഞ്ഞ് പെട്ടെന്ന് മരണപ്പെടുകയാണ് ഇതിൽ സംഭവിക്കുന്നത്. സാധാരണയായി 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് ഇത് അധികം കാണപ്പെടുന്നത്. ഉറക്കത്തിനിടക്കാണ് ഇത് കുഞ്ഞുങ്ങൾക്ക് അധികം സംഭവിക്കുന്നത്. സാധാരണയായി നമ്മുടെ ശ്വസനത്തിനും ഉറക്കത്തിൽ നിന്ന് ഉണരുന്നതിനൊക്കെ തലച്ചോറിന്റെ ഒരു ഭാഗം നമ്മളെ സഹായിക്കുന്നുണ്ട്. എന്നാൽ ഈ ഭാഗത്തിന് പെട്ടെന്ന് എന്തെങ്കിലും തകരാറുകളൊക്കെ സംഭവിക്കുമ്പോഴാണ് സാധാരണയായി സിഡ്സ് എന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്. ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ ഉറങ്ങാൻ കിടത്തുന്ന രീതിയാണ്. നമുക്കറിയാം, പല കുഞ്ഞുങ്ങളും പല രീതിയിലാവും ഉറങ്ങുക അല്ലെ. ഓരോ കുഞ്ഞുങ്ങൾക്കും ഓരോ രീതിയിലാവും ഉറങ്ങാൻ ഇഷ്ടം, അവർക്ക് അതാവും കംഫർട്ടബിൾ. ചില കുഞ്ഞുങ്ങൾക്ക് ഇടത് ഭാഗത്തേക്ക് ചെരിഞ്ഞെടുക്കാനായിരിക്കും കൂടുതൽ ഇഷ്ടം, ചില കുഞ്ഞുങ്ങൾക്ക് വലത്ത് ഭാഗത്തേക്കായിരിക്കും. എന്നാൽ ചിലർക്ക് കമിഴ്ന്ന് കിടക്കാനായിരിക്കും കൂടുതൽ താല്പര്യം, ചിലർക്ക് മലർന്ന് കിടക്കാനായിരിക്കും. ഇതൊക്കെ ഓരോ കുഞ്ഞുങ്ങളും വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ് അല്ലേ. ചിലവരെ നമ്മൾ എത്ര തിരിച്ചെടുത്താലും അവർ കമിഴ്ന്നിട്ടോ ചെരിഞ്ഞിട്ടോ തന്നെ കിടന്നുറങ്ങുള്ളൂ. അത് ചെറുപ്പം മുതലേ അവരങ്ങനെ ശീലിച്ച് വന്നതായിരിക്കും. ഇതിലെല്ലാ രീതിയിലും കുഞ്ഞ് കിടക്കുന്നത് സേഫ് ആണോ? അല്ല. ഏത് രീതിയാണ് കൂടുതൽ സേഫ്, ഏതാണ് കുഞ്ഞിന് അൺഹെൽത്തി ആയിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് നോക്കാം. ചില കുഞ്ഞുങ്ങൾ പാല് കുടിച്ചിട്ട് അമ്മയുടെ നെഞ്ചിൽ അങ്ങനെ കിടന്നുറങ്ങുന്നവരായിരിക്കും. അധികം കുട്ടികളും അങ്ങനെയാണല്ലേ. അപ്പം ഇങ്ങനെ ഓരോ കുഞ്ഞുങ്ങളും ഉറങ്ങുന്നത് സേഫ് ആണോ, അവർക്ക് അങ്ങനെ ഉറങ്ങുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അത് ഹെൽത്തി ആണോ എന്നുള്ളതൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങൾ കമിഴ്ന്ന് കിടക്കുന്നതിനെ കുറിച്ച് പറയാം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് സേഫ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന്? കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയും കുഞ്ഞിന് ടമ്മി ടൈം കൊടുക്കണം, അത് നല്ല കാര്യമാണെന്നൊക്കെ അല്ലേ. തീർച്ചയായും നല്ലത് തന്നെയാണ്. കുഞ്ഞിന് കുറച്ച് നേരം ടമ്മി ടൈം ഡെയിലി കൊടുക്കുക എന്നുള്ളത് വളരെ നല്ല കാര്യം തന്നെയാണ്. അതും കുഞ്ഞിനെ മാത്രം അങ്ങനെ കിടത്തിയിട്ട് ഒരിക്കലും കൊടുക്കരുത്. അമ്മയുടെ അല്ലെങ്കിൽ വേറെ ആരുടെയിലോ മേൽനോട്ടത്തിൽ മാത്രം കുഞ്ഞിന് ടമ്മി ടൈം കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഈ ടമ്മി ടൈം കൊടുക്കുന്നതുകൊണ്ട് കുഞ്ഞിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതായത് കുഞ്ഞിൻ്റെ തോളിലേക്കും കയ്യിലേക്കും ഉള്ള പ്രഷർ വരുന്നതുകൊണ്ട് തന്നെ അവിടുത്തെ മസിലിനൊക്കെ നല്ല ബലം വെക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ കുഞ്ഞിൻ്റെ കഴുത്ത് പെട്ടെന്ന് ഉറക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഫ്ലാറ്റ് ആയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുപോലെ കുഞ്ഞിന് ഗ്യാസ് പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് തന്നെ മാറാൻ വേണ്ടി ടമ്മി ടൈം കൊടുക്കുന്നതിലൂടെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മിക്ക അമ്മമാരും വിചാരിക്കുന്നത് എന്താണെന്നറിയോ, ഇങ്ങനെ ടമ്മി ടൈം കൊടുക്കുന്നത് വളരെ നല്ലതായതുകൊണ്ട് തന്നെ കുട്ടികൾ അങ്ങനെ കിടന്ന് ഉറങ്ങുന്നത് വളരെ നല്ലൊരു പൊസിഷൻ തന്നെയാണെന്നാണ്. എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ടമ്മി ടൈം എന്ന് പറയുന്നത് ഒരു ആക്ടിവിറ്റി മാത്രമാണ്, ഒരിക്കലും കുഞ്ഞുങ്ങളെ സ്ലീപ്പിംഗ് പൊസിഷൻ അല്ല. അങ്ങനെ കിടത്തി കുഞ്ഞുങ്ങളെ ഒരിക്കലും ഉറക്കാൻ പാടില്ല, അത് വളരെ ദോഷമാണ്. കുഞ്ഞുങ്ങൾ ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നതിലൂടെ കുഞ്ഞിന് ശ്വാസതടസ്സം നേരിടും. അതുപോലെ കുഞ്ഞിന്റെ ഓക്സിജൻ ലെവൽ കുറയാനും പിന്നെ കുഞ്ഞിന് ചൂട് കൂടാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ SIDS ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് ഉള്ളത് ഇങ്ങനെ കമിഴ്ന്ന് കിടന്ന് ഉറങ്ങുന്ന കുട്ടികളിലാണ്. ഉറങ്ങുന്നതിനിടക്ക് പെട്ടെന്ന് അവർക്ക് ശ്വാസം കിട്ടുണ്ടായാൽ അവർക്ക് പെട്ടെന്ന് മുഖം തിരിക്കാനോ അല്ലെങ്കിൽ തല തിരിക്കാനോ നേരെ കിടക്കാനോ ഒന്നും പറ്റണമെന്നില്ല. കൂടുതൽ അപകടം തൊട്ടിലിൽ കിടക്കുന്ന കുട്ടികൾക്കാണ്, എങ്കിലും പുറത്ത് അതായത് ബെഡിൽ കിടക്കുന്ന കുട്ടികൾക്കും ഈ അപകടം വരാറുണ്ട്. പ്രത്യേകിച്ച് കഴുത്തുറക്കാത്ത കുട്ടികൾ, നെക്ക് കൺട്രോൾ ചെയ്യാൻ സ്വന്തമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കുട്ടികളുണ്ടാവും. അവരൊന്നും തീരെ ടമ്മി ടൈമിൻ്റെ കൊടുക്കുന്ന പോലെ നമ്മൾ ഉറക്കരുത്, അത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ കമിഴ്ന്ന് തുടങ്ങുന്ന കുട്ടികളാണെങ്കിൽ കൂടെ അവർക്ക് എപ്പോഴും കമിഴാനുള്ള ടെൻഡൻസി ആയിരിക്കും. ഈവൻ തൊട്ടിയിലാണെങ്കിൽ പോലും അവർ കമിഴ്ന്നുകൊണ്ടിരിക്കും, ഒന്ന് ഉണരുമ്പോഴേക്കും അവർ കമിഴ്ന്നുകൊണ്ടിരിക്കും. അപ്പോൾ അമ്മമാർ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം, കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന ടൈമിലാണെങ്കിലും അവർ കമിഴ്ന്ന് കിടക്കുന്നുണ്ടോ എന്നുള്ളത്. പിന്നെ അടുത്തതായി പറയാനുള്ളത് കുഞ്ഞുങ്ങൾ സൈഡിലേക്ക്, ലെഫ്റ്റ് സൈഡ് ആണെങ്കിലും റൈറ്റ് സൈഡ് ആണെങ്കിലും സൈഡിലേക്ക് തിരിഞ്ഞു കിടക്കുന്നതിനെ കുറിച്ചാണ്. ഇത് നമ്മൾ കൂടുതലായിട്ട് കുഞ്ഞുങ്ങളെ അനുവദിക്കേണ്ട ഒരു കാര്യമില്ല. ഇത് മുഖേനയും SIDS വരാനുള്ള ചാൻസ് കൂടുതൽ തന്നെയാണ്. ഇങ്ങനെ ഉറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് തലയിലേക്കും നട്ടലിലേക്കും ഒക്കെ അൺഈവൻ പ്രഷർ ഉണ്ടാകുന്നത് മൂലം തന്നെ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ചെരിഞ്ഞു കിടന്ന് ഉറങ്ങുമ്പോൾ അവർക്ക് കമിഴ്ന്ന് കിടക്കാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. രാത്രി കാലങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റണമെന്നില്ല, നമ്മൾ അറിയാൻ പറ്റണമെന്നില്ല, പെട്ടെന്ന് ചെരിഞ്ഞ് കിടക്കുന്ന കുട്ടികൾ കമിഴ്ന്ന് കൊടുക്കും. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ ചെരിഞ്ഞ് കിടന്ന് ഉറങ്ങുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്, പ്രത്യേകിച്ച് നവജാത ശിശുക്കളുടെ കാര്യത്തിൽ. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെരിഞ്ഞു കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ ആ ഭാഗത്ത് തല ഫ്ലാറ്റ് ആയിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇത് അമ്മമാർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമായിരിക്കും.
കാരണം മുതിർന്നവരൊക്കെ ഒരുപാട് നമുക്ക് പറഞ്ഞു തരാറുണ്ട് കുഞ്ഞുങ്ങളിങ്ങനെ ഒരു സൈഡിലേക്ക് തന്നെ ചെരിച്ചെടുത്തി അവർ ആ ഭാഗം പതിഞ്ഞു പോകുന്നുള്ളത്. കാരണം ഒരേ സൈഡിൽ തന്നെ ഒരുപാട് ടൈം കുഞ്ഞുങ്ങൾ കിടക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ ആ ഭാഗം ഫ്ലാറ്റ് ആവാനുള്ള ചാൻസ് കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും ചെരിഞ്ഞ് കിടക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതൊരിക്കലും സേഫ് ആയിട്ടുള്ള ഒരു പൊസിഷൻ അല്ല. ഇനി ഏതാണ് കുഞ്ഞുങ്ങൾക്ക് ബെസ്റ്റ് പൊസിഷൻ ഫോർ സ്ലീപ്പിംഗ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് മലർന്ന് കിടക്കുന്നത് തന്നെയാണ്. ഈ ഒരു പൊസിഷനിൽ കുഞ്ഞുങ്ങളെ കിടത്തുമ്പോൾ, അതായത് മലർത്തി കിടക്കുമ്പോൾ ഒരു വയസ്സിന് താഴെ ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുന്ന SIDS, അതായത് സഡൻ ഇൻഫന്റ് ഡെത്ത് സിൻഡ്രോം എന്നുള്ള അപകട സാധ്യത ഗണ്യമായിട്ട് തന്നെ കുറക്കുന്നുണ്ട്. ഇങ്ങനെ കുഞ്ഞിനെ മലർത്തി കിടത്തുന്നത് മൂലം വേറെ ഒരുപാട് ഗുണങ്ങൾ കുഞ്ഞിനുണ്ട്. അതായത് കുഞ്ഞിന് ശ്വാസതടസ്സം ഉണ്ടാവുന്നില്ല. അതുപോലെ കുഞ്ഞിന് പാലോ അല്ലെങ്കിൽ വെള്ളമോ ഫുഡൊക്കെ കൊടുത്ത് ഉറക്കുന്ന ടൈമിൽ കുഞ്ഞിന് ആസ്പിറേഷൻ സംഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ കുഞ്ഞിന് തലച്ചോറിലേക്കും നട്ടലിലേക്കുള്ള പ്രഷർ കുറക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. എന്നാൽ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഒരുപാട് നേരം മലർന്നു കിടന്ന് ഉറങ്ങുന്നതിനുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില കുഞ്ഞുങ്ങൾക്ക് ഫ്ലാറ്റ് ഹെഡ് സിൻഡ്രോം ഉണ്ടാവാറുണ്ട്. അതായത് ഒരുപാട് നേരം ഇങ്ങനെ തല ബാക്ക് സൈഡിൽ പതിഞ്ഞു കിടക്കുന്നതുകൊണ്ട് തന്നെ ആ ഭാഗം ഫ്ലാറ്റായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് തടയാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഒരുപാട് നേരം ഒരേ പൊസിഷനിൽ കിടക്കാൻ അനുവദിക്കാതെ ചെറുതായിട്ട് തല ഒന്ന് ചെരിച്ചു കൊടുക്കുക. അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിട്ട് ചെരിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. എന്നാൽ ഒരുപാട് തല ചെരിച്ചു കൊടുക്കുകയും ചെയ്യരുത്. അതുപോലെ കുഞ്ഞുങ്ങളെ ഉറക്കാൻ കിടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫേമായിട്ടും ക്ലീൻ ആയിട്ടുള്ള സ്ഥലത്ത് കിടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തൊട്ടിലൊക്കെ കുഞ്ഞുങ്ങളെ കിടത്തുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുക. പിന്നെ സ്ട്രെയിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ തലഭാഗം താഴ്ന്നിട്ടോ ആയിട്ട് തൊട്ടിയിൽ കിടത്തരുത്. തലഭാഗം കുറച്ച് ഉയർന്നു നിൽക്കുന്ന രീതിയിൽ വേണം തൊട്ടിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ കുഞ്ഞുങ്ങളെ താഴെയോ ബെഡിലോ ഷീറ്റിലോ ഒക്കെ കിടത്തുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ അടുത്ത് പുതപ്പ് പോലുള്ള കട്ടിയുള്ള തുണികളൊന്നും വെക്കരുത്. അത് കുഞ്ഞുങ്ങളെ മുഖത്തൊക്കെ എടുത്ത് വെക്കാനും അവർക്ക് ശ്വാസതടസ്സം നേരിടാനൊക്കെ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ അമ്മയുടെ നെഞ്ചിലാണെങ്കിലും വേറെ ആരെങ്കിലും നെഞ്ചിലാണെങ്കിലും കിടക്കുന്നതും അവോയ്ഡ് ചെയ്യുന്നതാണ് മാക്സിമം നല്ലത്. അതും ഒരു അൺസേഫ് ആയിട്ടുള്ള പൊസിഷൻ തന്നെയാണ് സ്ലീപ്പിങ്ങിന്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് തൂക്കക്കുറവുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം തൂക്കക്കുറവുള്ള കുട്ടികൾക്ക് ഈ സിഡ്സ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. മാസം തികയാതെ പ്രസവിച്ച കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് തൂക്കക്കുറവ് ഉണ്ടായിരിക്കും. ഇവർക്ക് തലച്ചോറിൻ്റെ വളർച്ചയും അതുപോലെ ആരോഗ്യത്തിൻ്റെ കുറവൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർക്ക് പെട്ടെന്ന് തന്നെ ശ്വാസതടസ്സമൊക്കെ നേരിടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇങ്ങനെയുള്ള കുട്ടികൾക്ക് സിഡ്സ് എന്ന അപകട സാധ്യത വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ ഒരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാവണ മരണത്തിന് കാരണമായ സിഡ്സ് എന്ന അപകട കാരണത്തെക്കുറിച്ച് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. കുഞ്ഞിനെ എപ്പോഴും മലർന്ന് കിടന്ന് ഉറങ്ങാൻ വേണ്ടി ശീലിപ്പിക്കുക. ചെരിഞ്ഞ് കിടക്കുന്നത് മാക്സിമം ഒഴിവാക്കുക. അതുപോലെ ടമ്മി ടൈം കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അമ്മയുടെ അല്ലെങ്കിൽ മറ്റാരെങ്കിലും മേൽനോട്ടത്തിൽ മാത്രം കൊടുക്കുക. കുഞ്ഞിന് ശ്വാസതടസ്സം നേരിടാതെ ശ്രദ്ധിക്കുക. കുഞ്ഞ് തൊട്ടിയിലാണെങ്കിലും ബെഡിലാണെങ്കിലും ഉറങ്ങുന്ന ടൈമിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിനെ പോയി വാച്ച് ചെയ്യുക. അതായത് കുഞ്ഞ് ഉണർന്ന് കരയുമ്പോൾ മാത്രമല്ലാണ്ട് ഇടയ്ക്ക് പോയിട്ട് കുഞ്ഞ് ഓക്കെയാണോ, ശ്വാസതടസ്സം ഉണ്ടോ, ചെരിഞ്ഞിട്ടാണോ, മൂക്ക് അമർന്നിട്ടാണോ എന്നുള്ളതൊക്കെ നേരെ നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യുക. കുഞ്ഞിനെ നേരെ കിടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി കാലങ്ങളിൽ കുഞ്ഞിനെ തൊട്ടിയിൽ കിടത്തണം മാക്സിമം ഒഴിവാക്കണം. അമ്മയുടെ അടുത്ത് തന്നെ കിടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ തൊട്ടിയിൽ കിടത്തുമ്പോൾ നമ്മൾ ഉറങ്ങിപ്പോവും. കുഞ്ഞിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ലെങ്കിൽ നമ്മളത് അറിയുന്നില്ല അല്ലേ. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ നമ്മൾ അടുത്ത് കിടക്കുമ്പോൾ കുഞ്ഞിന് പെട്ടെന്ന് എന്തെങ്കിലും ശ്വാസതടസ്സം നേരിടുകയാണെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുകയാണെങ്കിലും നമുക്കത് അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ മാക്സിമം അടുത്ത് തന്നെ കിടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. തൊട്ടിയിൽ കിടത്താണ്ടിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ സിഡ്സ് എന്ന അപകടത്തെക്കുറിച്ച് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കുഞ്ഞിനെ ഉറക്കേണ്ട ഏതൊക്കെ രീതിയിലാണെന്നും ടമ്മി ടൈം എങ്ങനെ നൽകണമെന്നും അതുപോലെ തന്നെ ബെസ്റ്റ് സ്ലീപ്പിംഗ് പൊസിഷൻ ഏതാണെന്നും എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. താങ്ക് യു.